ഹലോ, അയർലൻഡിലെ തന്നെ ആദ്യത്തെ ഓട്ടിസം ഫ്രണ്ട്ലി ടൗൺ കാണാൻ പോയാലോ? 2017 അയർലൻഡ്സ് ബെസ്റ്റ് ടൗൺ അവാർഡ്സ് അവാർഡും 2022 ടൈഡിയസ്റ്റ് സ്മോൾ ടൗൺ അവാർഡും നേടിയ ക്ലോണാക്കിൽറ്റിയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ടൗണിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചർച്ച് ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷനിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. 1868 1898 ഇടയിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. പള്ളി ആരാധനയ്ക്കായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് 1880 ജൂലൈ 25 ഇതാണ് പള്ളിയുടെ മുൻവശം. ഇത് 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ഗോട്ടിക് സ്റ്റൈൽ നിർമ്മിച്ചതാണ്. ഇനി നമ്മൾ കാണുന്നതാണ് പള്ളിയുടെ ബെൽ ടവർ. 18ാം നൂറ്റാണ്ടിൽ പൊതുജനങ്ങൾക്കായിട്ട് ഈ പള്ളി തുറന്നു കൊടുത്തപ്പോൾ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ട് തന്നെ ബെൽ ടവറിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 20 വർഷം എടുത്തു പണി കംപ്ലീറ്റ് തീരാനായിട്ട്. പള്ളിയുടെ മെയിൻ എൻട്രൻസിന്റെ മുകളിൽ തന്നെ പള്ളിയുടെ മധ്യസ്ഥയായ വെർജിൻ മേരിയുടെ രൂപം ഗ്രാനൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവമേ നിൻഗേഹം എത്ര സുന്ദരം എന്നുള്ള പാട്ടാട്ടോ പള്ളിക്കകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു അത്ഭുത ലോകത്ത് കയറുന്ന പോലെ. പള്ളിയുടെ മുകളിലുള്ള സീലിംഗ് എല്ലാം പൈൻ വുഡ് കൊണ്ട് ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. ഈ പള്ളിയുടെ അൾത്താരയ്ക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിലെ ഹൈ ഓൾട്ടർ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്യോർ വൈറ്റ് മാർബിളുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ അൾത്താര. ഇതാണ് അൾത്താരയുടെ 2ാമത്തെ ഭാഗം, ലേഡി ഓൾട്ടർ. മാതാവിന്റെ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് അൾത്താരയുടെ 3ാമത്തെ ഭാഗം. ഈശോയുടെ തിരുഹൃദയ രൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തായിട്ടുണ്ടല്ലോ പള്ളിയിലെ വിശുദ്ധകർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകൾ നല്ല ഭംഗിയുള്ള കുപ്പികളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗം എന്താണെന്നും കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മെല്ലെ പുറത്തോട്ടിറങ്ങി. പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള ബിൽഡിംഗ് ആണിത്. കണ്ടാൽ ഒരു കൊച്ചു പള്ളിയായിട്ട് തോന്നുമെങ്കിലും ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ഇനി പള്ളിയായിട്ട് തെറ്റിദ്ധരിച്ചാലും തെറ്റൊന്നുമില്ല, കാരണം ഇത് മുമ്പൊരു പള്ളി തന്നെ ആയിരുന്നു. അയർലൻഡിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ പൊളിറ്റീഷ്യനും പട്ടാളക്കാരനുമായ മൈക്കിൾ കോളിൻസിന്റെ പ്രതിമയാണ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ സ്വന്തം രാജ്യത്ത് നിന്ന് അവർ എന്നെ വെടിവെക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. അങ്ങനെ മൈക്കിൾ കോളിൻസിനെ പറ്റിയൊക്കെ അറിഞ്ഞ് നമ്മൾ നേരെ പോയത് ടൗണിലെ മാർക്കറ്റിലോട്ടാണ്. ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഈ ടൗൺ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ പരിചയപ്പെട്ടാലോ? 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ ടൗണിന് സമീപം ക്രാഷ് ലാൻഡ് ചെയ്ത US എയർഫോഴ്സ് ബോംബറിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ടോജോ എന്ന കുരങ്ങൻ. പിന്നീട് അവൻ ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായി തീർന്നെങ്കിലും ന്യൂമോണിയ ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ടോജോയുടെ ഓർമ്മയ്ക്കായി 2013 ഇവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചത്. പിന്നെ ഈ മാർക്കറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പേസ്റ്റൽ കളേഴ്സ് കൊണ്ട് മനോഹരമായ കുറേ ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ കണ്ടെങ്കിലും ഞാനിട്ട വിലയും കടക്കാരിട്ട വിലയും തമ്മിൽ മാച്ചാവാത്തതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് അയർലൻഡിലെ തന്നെ ആദ്യത്തെ ഓട്ടിസം ഫ്രണ്ട്ലി ടൗൺ ആണെന്ന്. ഇവിടുത്തെ ലോക്കൽ ബിസിനസ്സുകാരും സ്കൂളുകളും കഫേകളും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് ഈ സ്ഥലത്തിന് ലഭിച്ചത്. അതിനായി ഷോപ്പുകളിൽ ക്വയറ്റ് സ്പേസും ക്വയറ്റ് ടൈമും അതുപോലെ തന്നെ സെൻസറി മെറ്റീരിയലും ഒക്കെ തയ്യാറാക്കി. കൂടാതെ സ്റ്റാഫിനായിട്ട്
ഓട്ടിസം ഉള്ളവരിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ്ങും നൽകി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിങ്ങ് വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകട സെറ്റപ്പൊക്കെയുള്ള ഒരു പിസ്സ ഷോപ്പ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കുറച്ചു നേരം അത് എൻജോയ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ വിളിക്കാതെ തന്നെ മറ്റൊരു അതിഥി എത്തി. ദാ മഴ വന്നു. ഇനി അങ്ങോട്ടേക്കുള്ള പ്ലാൻ എല്ലാം പൊളിഞ്ഞെന്ന് ഓർത്ത് സങ്കടം വന്നെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെയുള്ള ഒരു ബീച്ചാണ്. വെസ്റ്റ് കോർക്കിലെ വൈൽഡ് അറ്റ്ലാന്റിക് തീരത്തുള്ള ഇഞ്ചിഡോണി ബീച്ച്. വർഷങ്ങളായിട്ട് ബ്ലൂ ഫ്ലാഗ് അവാർഡ് മേടിക്കുന്ന ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവിടെ കാണുന്നില്ല. ഓരോ യാത്രികർക്കും ഓരോ അനുഭവങ്ങളാണ് ഈ ബീച്ചും ഇതിൻ്റെ ചുറ്റുപാടും നൽകുക. അങ്ങനെ ബീച്ചും ചുറ്റുപാടും ഒക്കെ ആസ്വദിച്ച് പുതിയ കാഴ്ചകളും പുതിയ കഥകളും തേടി നമ്മൾ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.